ഹലോ ഗായ്സ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ മൈക്കിലാണ് കേട്ടോ വീഡിയോ എടുക്കാൻ വിചാരിച്ചത്. പക്ഷേ മൈക്കിൽ എടുക്കാൻ നോക്കുമ്പോഴത്തേക്കും മൈക്ക് വർക്കാവുന്നില്ല. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളതെന്ന് വെച്ചാൽ എനിക്ക് 2 ദിവസം മുമ്പ് എനിക്കുണ്ടായൊരു അനുഭവം പറയാൻ വേണ്ടിയിട്ടാണ് ഇതൊന്ന് വന്നത്. അത് വെച്ചാൽ അങ്ങനെ ഒരു മോശം അനുഭവം എന്ന് പറയാൻ പറ്റൂല. എന്നാലും എനിക്ക് ഭയങ്കര പേടിപ്പിക്കുന്ന ഒരു സംഭവമായിരുന്നു. പക്ഷേ കേൾക്കുന്നവർക്ക് ചിലപ്പോൾ ഒരു ചെറിയ കാര്യമായിട്ട് തോന്നാം. ഞാൻ പറയാം കേട്ടോ അത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ വ്യാഴാഴ്ച വൈകുന്നേരം ഞാൻ കോളേജ് വിട്ടിട്ട് സാധാരണ ഞാൻ 3:25 ബസ്സിനാണ് വരല്. അപ്പോൾ കഴിഞ്ഞ വ്യാഴാഴ്ച അതേ ബസ്സിന് തന്നെയാണ് ഞാൻ വന്നത്. 3:15 ആകുമ്പോഴത്തേക്ക് ഞാൻ ബസ് സ്റ്റോപ്പിലേക്ക് പോയിട്ട് നിന്നിട്ട് ഒരു 3:25 എൻ്റെ ബസ് വന്നു. ബസ് വന്നിട്ട് ഞാൻ കയറി. സാധാരണ ഞാൻ ഒറ്റയ്ക്ക് തന്നെ പോകല്. ഇപ്പോൾ അധികം ഒറ്റയ്ക്ക് തന്നെ പോകല്. മുമ്പെല്ലാണെങ്കിൽ അച്ഛനും അമ്മയും കൊണ്ടാക്കലുണ്ട്. ഇപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് തന്നെ പോകല്. അപ്പോൾ കയറിയിട്ട് നിറച്ച് ആളുണ്ടായിന് കേട്ടോ ബസ്സിൽ. അത്യാവശ്യം തിരക്കുണ്ടായിന്. ചെറുങ്ങനെ മഴ പെയ്യുന്നുണ്ടായിന്. മഴ നല്ലോണം പിടിച്ചിട്ടുണ്ടായിന്. അപ്പോൾ ചെറുതായിട്ട് പെയ്യുന്നുണ്ടായിന് മഴ. അപ്പോൾ ഞാൻ ബാക്കിലാണ് കയറിയത്. അല്ലെങ്കിൽ ഞാൻ മുമ്പിലാണ് ബസ് കയറല്. അപ്പോൾ ആ ദിവസം ഞാൻ ബാക്കിലാണ് കയറിയത്. കയറിയിട്ട് നീലേശ്വരം വരെ പോയി. നീലേശ്വരം എത്തിയിട്ട് നീലേശ്വരം ബസ് സ്റ്റാൻഡിൽ കുറച്ച് സമയം നിൽക്കലുണ്ട് ബസ്. ഒരു 2 മിനിറ്റ് നിന്നിട്ടാണ് പിന്നെ എടുക്കൽ. ഈ 2 മിനിറ്റ് നിന്നിട്ട് പിന്നെ ബസ് എടുക്കുമ്പോഴത്തേക്ക് ബസ് സ്റ്റാർട്ടാവുന്നില്ല. ബസ്സിന് എന്തോ ഒരു ചെറിയ എന്തോ ഒരു ഇത് വന്നു, കംപ്ലൈൻറ്റ് വന്നു. എന്നിട്ടാകുമ്പോൾ അവർ കുറേ നോക്കി സ്റ്റാർട്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് ഞാൻ അങ്ങനെ പറയുന്നതല്ല കേട്ടോ ഈ ഒരു കാര്യം. എനിക്ക് ഇങ്ങനെയാണല്ലോ നമ്മളൊരു കാര്യം പഠിക്കുന്നത് ഇങ്ങനെ പോകുമ്പോൾ. അപ്പോൾ ഞാനെന്ത് പറഞ്ഞത്, സ്റ്റാർട്ടാവുന്നില്ല. എന്നിട്ട് കുറേ നോക്കി സ്റ്റാർട്ടാക്കാൻ വേണ്ടിയിട്ട്. എങ്ങനെയും അത് സ്റ്റാർട്ടാവുന്നില്ല. എന്നിട്ടാകുമ്പോൾ അവർ പറഞ്ഞു എന്നാൽ പിന്നെ എല്ലാവരും ഇറങ്ങിക്കോ, ഇത് പോകുന്നില്ല എന്ന് പറഞ്ഞു. ബസ് പോകുന്നില്ല പറഞ്ഞിട്ട് വഴിക്ക് എല്ലാവരും ഇറങ്ങി. അപ്പോൾ എനിക്കാണെങ്കിൽ ഇങ്ങനെ ഇറങ്ങി ഡയറക്റ്റ് കോളേജിൽ നിന്ന് വീട്ടിൻ്റെ അടുത്ത് നിന്ന് കോളേജിലേക്ക് ഇതുപോലെ ഇങ്ങനെ ഡയറക്റ്റ് ബസ് കയറിയിട്ട് എനിക്ക് ശീലമില്ല. അല്ലാതെ ഒരു ബസ്സിൽ നിന്ന് ഇറങ്ങി വേറെ ബസ്സിൽ മാറി കയറിയിട്ട് എനിക്ക് ശീലമില്ല. ഞാൻ ഒറ്റയ്ക്ക് അങ്ങനെ പോയിട്ടുമില്ല ഇതുവരെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇറങ്ങാൻ പറഞ്ഞിട്ട് നമുക്ക് നല്ലോണം പേടിയായി. അപ്പോൾ അവർ നല്ല സേഫ് ആയിട്ട് തന്നെയാണ് കേട്ടോ കൊണ്ടുപോയത്. പക്ഷെ എനിക്ക് എന്തായാലും പേടിയായി. അച്ഛനും അമ്മയൊന്നും ഇല്ലല്ലോ, ഒന്നിച്ച് അറിയുന്നവരാരും ഇല്ലല്ലോ. അതുകൊണ്ട് എനിക്ക് നല്ലോണം പേടിയായി. അങ്ങനെ പേടിയായിട്ട് ഇറങ്ങിയിട്ട് എനിക്ക് പേടിയെന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര പേടിയാണ്. ടെൻഷൻ വേഗം എന്തെങ്കിലും ചെറിയ കാര്യത്തിന് എനിക്ക് ടെൻഷനാവും. അങ്ങനത്തെ ഒരു നേച്ചറാണ്. അപ്പോൾ അതിൻ്റെ കഥ ഞാൻ വേറെ പറയാം കേട്ടോ. അങ്ങനെ പേടിയായിട്ട് ഇപ്പോൾ വിചാരിക്കുമ്പോൾ എനിക്ക് ചിരി വരുന്നു. പക്ഷെ അന്ന് കുറേ ഇതായിന്. അങ്ങനെ ബസ് ഇറങ്ങിയിട്ട് നിൽക്കുമ്പോൾ ഒരു ചേച്ചി, ഈ ബസ്സിലത്തെ ഒരു ചേച്ചീനോടൊന്ന് എന്നെ ബസ് കയറ്റി തരാൻ പറഞ്ഞു. എന്നിട്ട് അവർ എന്നെ വേറെ ബസ്സിൽ കയറ്റി തന്നു. നീലേശ്വരത്ത് നിന്ന് നമ്മൾ ഈ ഭാഗത്തേക്ക് പോകുന്ന വേറൊരു ബസ്സിൽ കയറ്റി തന്നു. അങ്ങനെ അപ്പം ഞാൻ അമ്മേനെ ഓരോരോ കാര്യം വിളിച്ചിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഇങ്ങനെ ബസ് വഴിക്കായി, പിന്നെ ഇത് അതെല്ലാം പറഞ്ഞുകൊണ്ടുണ്ട്. അപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞു എനിക്ക് ബസ് കിട്ടി, വേറെ ബസ് കിട്ടി, ഞാൻ ബസ്സിൽ കയറിയാണ്. കയറി പറഞ്ഞിട്ട് അവളുടെയൊക്കെ എനിക്ക് ചെറുങ്ങനെ തല കറങ്ങുന്നുണ്ടായിരുന്നു. എനിക്ക് പേടിച്ചാൽ പിന്നെ പെട്ടെന്ന് തല കറങ്ങും, കൈയും കാലും തണുക്കും, വിയർക്കും, അങ്ങനെയല്ല പെട്ടെന്ന് പേടിയാവുകയും ചെയ്യും എനിക്ക്. അപ്പോൾ തല കറങ്ങുന്നിട്ടാകുമ്പോൾ അമ്മക്ക് പേടിയായി. അപ്പോൾ അമ്മ എന്നോട് പറഞ്ഞു കുറച്ച് വെള്ളം കുടിക്ക് എന്നാൽ ശരിയാവുമെന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ വെള്ളം കുടിച്ചു, ഫോൺ കട്ടാക്കിയിട്ട് വെള്ളം കുടിച്ചിട്ട് ഞാനാണെങ്കിൽ എപ്പോഴും ക്ലാസ്സിൽ നിന്ന് ഫോൺ മ്യൂട്ടാക്കിയിട്ട് വെക്കലുണ്ട്. ക്ലാസ്സിൽ നിന്ന് സാധാരണ എല്ലാവരും മ്യൂട്ടാക്കിയിട്ട് വെക്കുന്നതല്ലേ, ക്ലാസ് എടുക്കുമ്പോൾ എന്തെങ്കിലും കോളോ മെസ്സേജോ വരണ്ടാന്ന് വിചാരിച്ചിട്ട് മ്യൂട്ടാക്കിയിട്ട് വെച്ചാൽ അത് എനിക്ക് സൈലൻറ്റ് ഓഫാക്കാൻ മറന്നു. ഞാൻ ഓഫാക്കിയിട്ടേ. അപ്പോൾ അമ്മ എന്നെ വിളിച്ചിട്ടുണ്ടായിനി വെള്ളം കുടിച്ചിട്ട് ശരിയായിനോ എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട്. അമ്മ എന്നെ വിളിച്ചിട്ടാകുമ്പോൾ ഞാനത് കേട്ടിട്ട. അമ്മ ഒരു 10-15 മിസ് കോൾ അടിച്ചിട്ട് ഞാൻ കേട്ടിട്ട. എന്നിട്ട് അമ്മയാണെങ്കിൽ തൊഴിലുറപ്പിൻ്റെ പണിക്ക് പോകുന്നത്. തൊഴിലുറപ്പിൻ്റെ പണിക്ക് പോകുന്നവർ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അറിയാമല്ലോ.